എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. 60 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആൻസർ ഓപ്ഷൻ സി അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ നിലവിലെ CEO. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അനുരാഗ് ജെയിൻ. അനുരാഗ് ജെയിനാണ് നീതി ആയോഗിന്റെ നിലവിലെ CEO. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി EP രാജഗോപാൽ. EP രാജഗോപാലിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2026 G20 ഉച്ചകോടി വേദി എവിടെയാണ്? 2026 G20 ഉച്ചകോടിയുടെ വേദി ആൻസർ ഓപ്ഷൻ എ മിയാമി. അമേരിക്കയിലെ മിയാമിയിലാണ് 2026 G20 ഉച്ചകോടിയുടെ വേദി. താഴെ പറയുന്നവയിൽ 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ എവിടെയാണ് സ്ഥാപിച്ചത്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഭോപ്പാൽ. ഭോപ്പാലിലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്കയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതം ആകുന്നത് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമാകുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതമാണ് സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതം ആകുന്നത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കേരള ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര് എന്താണ്? ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കേരള ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കേരള ആഭ്യന്തര വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാന വ്യാപക പരിശോധനയുടെ പേര്. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്?
2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി യാങ് ഷുവാങ് സി ആണ് 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അടൽ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ സി KG ശങ്കരപിള്ളയ്ക്കാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വർക്കലയാണ് 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി വൈക്കം രാമചന്ദ്രനാണ് 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ കടലിന്റെ അടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി വിക്രോളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത്. 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരതാവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരതാവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നാസയാണ് 2032 ചന്ദ്രനിൽ മനുഷ്യർക്കായി ഒരു സ്ഥിരതാവളം പണിയാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ ഏജൻസി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത്? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടൽ മറികടക്കാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടൽ മറികടക്കാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സല്ലാപം പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടൽ മറികടക്കാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. 16ാം കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരാണ്? 16ാം കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കറായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ്. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബോധപൂർണിമയാണ് ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നേർവഴിയാണ്
കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ. 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏതെല്ലാമാണ്? 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ പ്രഗതി വികാസ്. പ്രഗതി വികാസ് ആണ് 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വികസിത് ഭാരത് റോസ്ഗാർ യോജന. വികസിത് ഭാരത് റോസ്ഗാർ യോജനയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വൺ കേസ് വൺ ഡാറ്റ. വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാടാണ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം. MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അഗ്നി 5. അഗ്നി 5 ആണ് MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. ഭരണ നിർവഹണത്തിനായി ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. ഭരണ നിർവഹണത്തിനായി ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരളം. കേരളമാണ് ഭരണ നിർവഹണത്തിനായി ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ആൻസർ ഓപ്ഷൻ എ കൊച്ചി. കൊച്ചിയാണ് ഇന്ത്യയിലാദ്യമായി വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. G20 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? G20 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ. ബ്രസീലാണ് G20 ഉച്ചകോടി 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ഏതാണ്? പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒരു തൈ നടാം. ഒരു തൈ നടാം പദ്ധതിയാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൂടെയുണ്ട് കരുത്തേകാൻ. കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയാണ്
ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. കേരളമാണ് രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഏത് പാമ്പിനെയാണ്? കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഏത് പാമ്പിനെയാണ്? ആൻസർ ഓപ്ഷൻ എ, ചേര. ചേരയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പാമ്പായി തിരഞ്ഞെടുക്കാൻ പോകുന്ന പാമ്പിന്. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഏതാണ്? സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജീവധാര. ജീവധാരയാണ് സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റെ പുതിയ പേര് എന്താണ്? സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഭൂവിനിയോഗ വകുപ്പ്. ഭൂവിനിയോഗ വകുപ്പ് എന്നതാണ് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിൻ്റെ പുതിയ പേര്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റ് പഠനോപകരണങ്ങളും നൽകാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണവും മറ്റ് പഠനോപകരണങ്ങളും നൽകാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മാ കെയർ. മാ കെയർ ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങളും മറ്റ് പഠനോപകരണങ്ങളും നൽകാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൃഷി ദർശൻ. കൃഷി ദർശനാണ് കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രോജക്റ്റ് സീറോ. പ്രോജക്റ്റ് സീറോയാണ് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗുജറാത്ത്. ഗുജറാത്താണ് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? ഇന്ത്യൻ റെയിൽവേയുടെ പുതിയതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി, 18. 18 നക്ഷത്രങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയതായി പരിഷ്കരിച്ച ലോഗോയിൽ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാനൊരുങ്ങുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ സി, പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 5ാം തവണയും അധികാരമേറ്റത് ആരാണ്? പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 5ാം തവണയും അധികാരമേറ്റത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വി വൈത്തിലിംഗം. വി വൈത്തിലിംഗമാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 5ാം തവണയും അധികാരമേറ്റത്. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, കൊച്ചി ലക്ഷദ്വീപ്. കൊച്ചി ലക്ഷദ്വീപ് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത്.
തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നടൻ ആരാണ്? തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയാണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നടൻ. കേരള മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? കേരള മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ആദം നീ എവിടെയാകുന്നു. ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകമാണ് കേരള മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പുറത്തിറക്കിയത്. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ആൻസർ ഓപ്ഷൻ എ, ഇൻഡോർ. ഇൻഡോർ ആണ് 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ് ആരാണ്? അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അന്നലീന ബെയർബോക്ക്. അന്നലീന ബെയർബോക്കാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രസിഡന്റ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം. 2026 20ാമത് ഏഷ്യൻസ് ഗെയിംസിന്റെ വേദി. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഐച്ചി നഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയയാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മോഹൻലാൽ. മോഹൻലാലാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. 2026 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? 2026 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ. 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം. 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം. 2024 ജെ.സി. ഡാനിയൽ പുരസ്കാര ജേതാവ്. 2024 ജെ.സി. ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശാരദ. നടി ശാരദയാണ് 2024 ജെ.സി. ഡാനിയൽ പുരസ്കാര ജേതാവ്. 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, എസ് ഹരീഷ്. എസ് ഹരീഷിനാണ് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്.